പേജർ ആക്രമണം വലിയ ചർച്ചാ വിഷയമായതാണ്. പിന്നീട് നമ്മൾ അതൊക്കെ മറന്നു തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല, കാരണം അതായിരുന്നല്ലോ വലിയൊരു ടേണിംഗ് പോയിന്റ്. ഇപ്പം ഈ പേജർ ആക്രമണത്തിൻ്റെ വിശദ വിവരങ്ങൾ മൊസാദ് ആദ്യമായിട്ട് പുറത്തുവിടുന്നു എന്ന് കേൾക്കുന്നു. അതെ, അത് സത്യത്തിൽ രസകരമായ വാർത്തയാണ്. രസമല്ല, ആളുകൾ ഒരുപാട് പേർക്ക് വേദന എടുത്ത, ഒരുപാട് പേർക്ക് പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ പോയ വാർത്തയാണ്. അതിൻ്റെ ലോകം മുഴുവൻ ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു അല്ലേ. പിന്നെ പേജറുകളിൽ വാക്കി ടോക്കികളൊക്കെ പൊട്ടിത്തെറിക്കുന്നു. 5000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ച് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, പരിക്കേൽക്കുന്നു, കൈ പോകുന്നു, കാല് പോകുന്നു, കണ്ണ് പോകുന്നു, പിന്നെ പല സ്ഥലങ്ങളും പോകുന്നു. ലോകത്ത് ആരും ചിന്തിക്കാത്തൊരാക്രമണമാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇസ്രായേൽ നെതന്യാഹു പറഞ്ഞിരുന്നു, ഞാനാണ് ഉത്തരവിട്ടെന്ന് പറഞ്ഞു. അത് ഒരു 2-3 മാസം മുമ്പാണ് നെതന്യാഹു എൻ്റെ ഉത്തരവിന് പ്രകാരമാണ് പേജർ ആക്രമണം നടന്നത്. ഇപ്പോൾ അത് കൺസീവ് ചെയ്ത, ഇത് ആസൂത്രണം ചെയ്ത ആളുകൾ എങ്ങനെ നടപ്പാക്കി എന്നുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പുറത്തു വന്നിരിക്കുന്നത് CBS ന്യൂസ് 60 മിനിറ്റ്സ്, CBS ന്യൂസ് 60 മിനിറ്റ്സ് എന്ന ചാനലിലൂടെയാണ് വന്നിരിക്കുന്നത്. ചാനലിൽ ലെസ്ലി സ്താൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക 2 മൊസാദിൻ്റെ ഏജൻറ്റുമാരെ അവരുടെ മുഖമൊക്കെ മറച്ചിട്ട്, അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ, അങ്ങനെ പറയാം, മുഖം മറച്ചു എന്ന് പറയണ്ട, ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ 2 നിക് നെയിം കൊടുത്തിട്ട് അവരുടെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തു. ഗബ്രിയേൽ എന്നും മിഖായൽ എന്ന് പറയുന്ന 2 മൊസാദിൻ്റെ ഏജൻറ്റുമാരെയാണ് അവതരിപ്പിച്ചത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന, ഈ ഗബ്രിയേൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നസറുള്ള ആണല്ലോ യുദ്ധത്തിൻ്റെ നേതാവ്, ഹിസ്ബുള്ളയുടെ നേതാവ്. നസറുള്ള ബങ്കറിലിരിക്കുകയായിരുന്നു. ബങ്കറിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ അനുയായികൾ, പുള്ളിക്ക് കാവൽക്കാരൊക്കെ ഉള്ളു, ബങ്കറിലിരിക്കുന്ന ആളുകളൊക്കെ, അവരുടെയൊക്കെ പേജറിൽ ബീപ്പ് ബീപ്പ് ശബ്ദം വന്നു. ഉടനെ ഈ പേജറുകൾ പൊട്ടിത്തെറിച്ച് തൻ്റെ അനുയായികൾ നിലത്ത് വീണ് കിടന്ന് പടയുന്നത് നസറുള്ള സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. നേരിട്ട് കണ്ടു അല്ലേ? നസറുള്ള നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നസറുള്ള ഈ ഭയചകിതരായ ഹിസ്ബുള്ളയുടെ ഒരു യോഗം വിളിച്ചു. യോഗം വിളിക്കുമ്പോൾ സാധാരണ മുമ്പൊക്കെ അയാൾ പറയും, കണ്ണുകളിൽ നോക്കിയാൽ അറിയാം ഒരാളുടെ നിശ്ചയദാർഢ്യമെന്ന്. പക്ഷേ ആയിരക്കണക്കിന് 5000-ഓളം ഹിസ്ബുള്ള ഭീകരന്മാർ പിടഞ്ഞ് കൈ നഷ്ടപ്പെട്ട്, കാല് നഷ്ടപ്പെട്ട്, ലൈംഗികാവയവങ്ങൾ നഷ്ടപ്പെട്ട്, കണ്ണ് നഷ്ടപ്പെട്ട്, മുഖം നഷ്ടപ്പെട്ടൊക്കെ ആശുപത്രിയിലാവുകയും കൊല്ലപ്പെടുകയും ചെയ്തതിൻ്റെ 2-ാം ദിവസം നസറുള്ള ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിനെക്കുറിച്ച് മൊസാദിന് കിട്ടിയ വിവരം, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു തകർന്ന നേതാവിൻ്റെ കണ്ണായിരുന്നു. അത്രയ്ക്കോളം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ പരാജിതരെ പോലെയുള്ള ഒരു നസറുള്ളയാണ് ഈ സൈനികരുടെ യോഗത്തിൽ പങ്കെടുത്ത സൈനികർ കണ്ടത്. എങ്ങനെ മൊസാദ് അറിയുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അക്കൂട്ടത്തിൽ ഏതെങ്കിലും സൈനികൻ മൊസാദ് ആയിരുന്നിരിക്കും. മൊസാദല്ലേ? അതെ, മൊസാദ് എന്തും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് മിഖായൽ പറയുകയാണ്, ഈ ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇസ്രായേലിന് ലോകത്തെമ്പാടും ബന്ധങ്ങളുണ്ട്. ഇസ്രായേലിന് അസാധ്യമായ ഒന്നുമില്ല. ഞങ്ങൾ വേണമെങ്കിൽ, ഞങ്ങളാണ് പിന്നിലെന്നറിയാതെ ലോകത്തെവിടെയും ഞങ്ങൾ കമ്പനികൾ ഉണ്ടാക്കും. ഷെൽ കമ്പനികളും നിങ്ങൾ വിളിച്ചോ, ഞങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കും. അത് ഒരു ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാവും. ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളായിരിക്കും ഞങ്ങളുടെ കമ്പനികൾ. അപ്പോൾ നമ്മുടെ മലയാളിയായ അന്നത്തെ വയനാട്ടുകാരനുണ്ടല്ലോ, റിൻസൺ ജോസിന്റെ കമ്പനിയുടെ പേര് നോൾട്ട ഇന്റർനാഷണൽ അല്ലേ? ഗോൾഡ് അപ്പോള എന്ന് പറയുന്ന കമ്പനിക്ക് ആദ്യം കരാറ് കിട്ടി. അവരത് ഇവിടെ സോഫിയയിലുള്ള നോൾട്ടയ്ക്ക് മറിച്ചു കൊടുത്തു. അങ്ങനെയാണ് റിൻസന്റെ കമ്പനിക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ മിഖായൽ എന്ന് പറയുന്ന മൊസാദിൻ്റെ ഏജന്റ് പറയും, ഞങ്ങളിങ്ങനെ കമ്പനി ഉണ്ടാക്കും. ഷെൽ കമ്പനികൾ ഒരുപാട് ഉണ്ടാക്കും. ഒരു കമ്പനി അടുത്ത കമ്പനിക്ക് കൊടുക്കും, അടുത്ത കമ്പനിക്ക് കൊടുക്കും. ഒരിക്കലും ഞങ്ങളെ കണ്ടുപിടിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് തിരക്കഥ ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളാണ് തിരക്കഥാകൃത്തുക്കൾ, ഞങ്ങളാണ് ഡയറക്ടേഴ്സ്, സംവിധാനം ചെയ്യുന്നത് ഞങ്ങളാണ് പ്രൊഡ്യൂസേഴ്സും, നിർമ്മാതാക്കൾ. ഇത് സിനിമയാണെങ്കിൽ ഞങ്ങളാണ് ഇതിൻ്റെ തിരക്കഥ, ഞങ്ങളുടെയാണ് സംവിധായകൻ, ഞങ്ങളുടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഞങ്ങളാണ്. ഇനിയോ നടന്മാരും ഞങ്ങളുടെയാണ്. വലിയ ഓപ്പറേഷൻ നടന്മാരും ഞങ്ങളുടെയാണ്. എന്നിട്ട് പറയാണ്, ഇത് നാടകമല്ലേ? നാടകമാണെങ്കിൽ ഈ ലോകമാണ് സ്റ്റേജ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിനകത്തുണ്ട്. റിൻസൻ്റെ കമ്പനിയെക്കുറിച്ച് ഈ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ വാചകം വെച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ കമ്പനികളുണ്ടാക്കും, ഷെൽ കമ്പനികളുണ്ടാക്കും, ലോകം മുഴുവൻ ഉണ്ടാക്കും. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് കൊടുക്കും.
അടുത്ത കമ്പനിക്ക് കൊടുക്കും. എന്നിട്ട് തിരക്കഥ ഞങ്ങളുടെയാണ്, സംവിധാനം ഞങ്ങളുടെയാണ്, പ്രൊഡ്യൂസർ ഞങ്ങളാണ്, അഭിനയിക്കുന്ന നടീനടന്മാർ ഞങ്ങളാണ്. ഈ ലോകമാവുന്ന സ്റ്റേജിൽ ഞങ്ങൾ ഈ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് മിഖാലിൽ പറയുകയാണ്, ഇതെൻ്റെ ആശയമായിരുന്നു. ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സംഭവം നമുക്ക് പ്ലാൻ ചെയ്താൽ മതി എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ബോസാണ് അല്ലേ, എൻ്റെ ഡയറക്ടർ പറഞ്ഞു നമുക്കിത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതേക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഞങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള പരസ്യങ്ങൾ ചെയ്തു. എന്ത്, ദീർഘകാലം ബൾക്കി പേജേഴ്സ് ഉണ്ടാക്കണം എന്നാണ് തീരുമാനിച്ചത്. ബൾക്കി, കുറച്ച് വീർത്ത പേജർമാർ, അല്ലെങ്കിൽ ബൾക്കായിട്ട് ഉണ്ടാക്കണമെന്നായിരിക്കാം, അങ്ങനെയോ ആയിരിക്കാം. ബൾക്കി കൂടുതൽ വലിയ നമ്പറിൽ ഉണ്ടാക്കണം. എങ്ങനെ വേണം, ദീർഘമായ ബാറ്ററി ലൈഫ്, ഒരുപാട് സമയം ബാറ്ററി നിൽക്കണം, ഒരുപാട് ലൈഫ് വേണം അതിന്. വെള്ളത്തിൽ വീണാൽ പോലും ഒന്നും സംഭവിക്കാതെ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അതിന് എന്ത് ചെയ്തു, ഞങ്ങൾ പരസ്യം ചെയ്തു. പരസ്യം ചെയ്ത് ഇത്തരം മൊബൈലുകൾ, ഇത്തരം പേജറുകൾ, വാക്കി ടോക്കികൾ ഹിസ്ബുള്ളയുടെ ശ്രദ്ധയിൽ പെടുന്ന തരത്തിൽ ഞങ്ങളിത് പ്രൊമോഷൻ നടത്തി. അവരെ ആകർഷിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഒരു സംശയം വന്നായിരുന്നു, ഇത് വേറെ വല്ലവരും ഒന്ന് മേടിച്ചാലോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങളിതിന് വില കൂട്ടി വെച്ചു. ആർക്കും മേടിക്കാൻ മതിയോ, ഇത്രയും പൈസ കൊടുത്ത് ഇത് മേടിക്കണോ എന്ന് ആലോചിക്കാൻ അതിൽ അത്ര വർത്തിയൊന്നുമല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള വില ഇട്ട് വെച്ചു. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇത്രയും സുരക്ഷിതമായിട്ടുള്ള, ഇത്രയും ബാറ്ററി ലൈഫുള്ള, ഏത് വെള്ളത്തിലും ചെളിയിലും വീണാലും കുഴപ്പം പറ്റാത്ത പേജർ എന്ന് പറഞ്ഞാൽ അത് തേടി വരാൻ ഹിസ്ബുള്ള മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവർ വന്നു. മറ്റാർക്കും അത് വേണ്ട, മറ്റാർക്കും വേണ്ട, ഇത്ര വില കൊടുത്ത് വാങ്ങണ്ടല്ലോ. കാരണം ഹിസ്ബുള്ളയ്ക്ക്, തീവ്രവാദ സംഘടനകൾക്ക് അങ്ങനെ പോയി കമ്പനികളിൽ നിന്നും വാങ്ങാൻ പറ്റില്ല. അതെ, അതിന് അവർക്ക് വേണ്ടത് ലോങ് ബാറ്ററി ലൈഫ്. മാത്രമേ വാങ്ങാൻ പറ്റാത്തതിന് കാരണം ഈ ഭീകര സംഘടനയായിട്ട് ഹിസ്ബുള്ളയെ പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല കമ്പനികളും ഇത്തരം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ അമേരിക്കയുടെയോ ഒക്കെ ആയിരിക്കും. അവരൊന്നും ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കറങ്ങി തിരിഞ്ഞ് പല ഷെൽ കമ്പനികളിലേക്ക് വന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് അത് വലിയ ഓഫർ, ഭയങ്കര ഒന്നാം തരം പ്രൊഡക്റ്റ്, അതിൻ്റെ സാമ്പിളും ഒക്കെ അയച്ചു കൊടുത്തു. ഇതൊക്കെ ചെക്ക് ചെയ്തു, സാമ്പിളൊക്കെ അയച്ചു കൊടുത്തു. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു സാധനം മേടിക്കുമ്പോൾ ഒരു സാമ്പിൾ പീസ് വരാൻ പറയുമല്ലോ. നമ്മളൊരു ഹൽവ കഴിക്കാൻ പോയാലും ശകലം കുറിച്ച് തരുമല്ലോ ടേസ്റ്റ് നോക്കാൻ ബേക്കറിയിൽ നിന്ന് എന്ന് പറഞ്ഞ് സാമ്പിൾ പീസ് അയച്ചു കൊടുത്തു. അവർ ചെക്ക് ചെയ്തു, പരിശോധിച്ചു, ഹാപ്പിയായി. ഞങ്ങളിതുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ മൊസാദ് ഏജൻ്റായ ഗബ്രിയേൽ അപ്പോൾ ഇടപെട്ട് പറയാണ്, ഇത് ഞങ്ങളുണ്ടാക്കിയതാണെന്ന്, വേറെ ആരും ഉണ്ടാക്കിയതല്ല, ഇസ്രായേൽ ഉണ്ടാക്കിയതാണ്. മെയ്ഡ് ഇൻ ഇസ്രായേൽ. നോൾട്ട, അപ്പോളോ ഗോൾഡ് പറയുന്നത് ഞങ്ങൾ ഈ മൊബൈൽ പേജർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. ജപ്പാൻ കമ്പനിയുടെ ആയിരുന്നു വാക്കി ടോക്കി. അവർ 2014 പ്രൊഡക്ഷൻ നിർത്തി. പിന്നീട് അവരുടെ പേരിൽ ഉണ്ടാക്കിയത് ആരാണ്? ഇസ്രായേലിലെ ഫാക്ടറികളിൽ ഉണ്ടാക്കിയതാണ് ഈ പേജറുകളും. ഇസ്രായേൽ തന്നെ നിർമ്മിച്ചാണ് ഇത് പുറത്തേക്ക് പോയത്. ഇസ്രായേൽ തന്നെ ഇതുവരെ കൺഫ്യൂഷൻ ആയിരുന്നില്ല, എവിടെയുണ്ട് ഉണ്ടാക്കിയത് ഇസ്രായേലിലാണെന്ന് ആദ്യമായിട്ട് മൊസാദ് സമ്മതിച്ചു. എന്നിട്ട് ഗബ്രിയേൽ പറയുകയാണ്, ടെലിവിഷൻ ഇൻ്റർവ്യൂ ആണേ, ഞങ്ങൾക്ക് കൊല്ലണമെന്നുണ്ടായിരുന്നു, പക്ഷെ കൊന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കൊല്ലണം എന്നതിനേക്കാളും ഞങ്ങൾക്ക് ആവശ്യം ഇവൻ്റെയൊക്കെ കണ്ണ് പോകണം, ഇവൻ്റെയൊക്കെ മുഖം തകരണം, ഇവൻ്റെയൊക്കെ കൈയും കാലും പോകണം, ഇവൻ്റെയൊക്കെ അരക്കെട്ട് തകരണം, ഇവൻ്റെയൊക്കെ ലൈംഗിക അവയവങ്ങൾ തകരണം, എന്നിട്ട് ഇവനൊക്കെ അനുഭവിച്ച് നരകിച്ച് ജീവിക്കണം. മേലിൽ ഞങ്ങളുടെ കാര്യങ്ങളിൽ തലയിടാൻ ആരും വരരുത്. ഞങ്ങളോട് കളിച്ചാൽ എന്തു പറ്റുമെന്നതിൻ്റെ തെളിവായി സാക്ഷ്യപത്രം പോലെ ഇവനൊക്കെ ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. 5000-ഓളം പേര് ഇപ്പോൾ അങ്ങനെയുണ്ട്. ഒന്നെങ്കിൽ അവന് മുഖമില്ല, അല്ലെങ്കിൽ കൈയില്ല, അല്ലെങ്കിൽ അരക്കെട്ട് തകർന്ന് കാലുപോയി ഒക്കെ 5000-ഓളം പേര് ഞങ്ങളുടെ കാര്യങ്ങളിൽ, ഇസ്രായേലിൻ്റെ കാര്യങ്ങളിൽ തലയിട്ടാൽ എന്തു പറ്റുമെന്ന് അവനനുഭവിക്കണം. അവരെ കണ്ട് ലോകവും മനസ്സിലാക്കണം. ഞങ്ങളുടെ കാര്യങ്ങളിൽ തലയിടാൻ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവനെന്നൊക്കെ ചത്താൽ അപ്പം തീരും, ചാവരുതായിരുന്നു. ചിലരൊക്കെ മരിച്ചുപോയി, പക്ഷെ കൊല്ലണമെന്നായിരുന്നില്ല. ഇവനൊക്കെ ജീവിക്കുന്ന അടയാളമായി ഭൂമിയിൽ ബാക്കി നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിന് ഞങ്ങൾ ഈ പരിപാടി വിജയിപ്പിച്ചു. അത് നടന്നു. ഇനി മാത്രമല്ല, ഞങ്ങൾക്ക് മറ്റൊന്നുകൂടിയുണ്ട്. ഞങ്ങൾ കൊടുത്ത മരണമാണ് അവന്മാർക്ക് കൊടുത്തത്, അല്ലേ? അല്ലെങ്കിൽ ആജീവാനന്ദ അംഗവൈകല്യം, നരകയാതനയാണ് ഞങ്ങൾ കൊടുത്തത്. പക്ഷേ അതിന് ഞങ്ങൾക്ക് നല്ല കാശ് കിട്ടി. അങ്ങോട്ട് കൊടുത്തതിന് പിന്നെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ, മരണം കൊടുത്തതിന് ഞങ്ങൾക്ക് നല്ല കാശും കിട്ടി. എന്ത് പറഞ്ഞിട്ടുണ്ട്? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത്
ഒരു നേതാവ് നോക്കൂ, ഇയാളുടെ നസറുള്ള ഏറ്റവും വലിയ നേതാവാണ്. അയാളുടെ മുന്നിൽ നിന്ന് അയാളുടെ ഇടം വലവും നിൽക്കുന്ന ബോഡി ഗാർഡ്സ് ആയിട്ടുള്ള ഹിസ്ബുള്ള ഭീകരന്മാരാണ് അടുപ്പിച്ച് ബീപ് ബീപ് ബീപ്പ് ചെയ്ത് ഒരുമിച്ച് വരുന്നത്, പൊട്ടിത്തെറിച്ച് വീഴുന്നത്. ഇതെല്ലാം കണ്ട് ഇയാൾ ഭയന്നു പോയി എന്നവർ പറയുന്നുണ്ട്. ഭയന്നു പോയി എന്നാണ് ഞങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. പിന്നെ അങ്ങനെ പിന്നീട് അത് ഹിസ്ബുള്ളയുടെ വീഴ്ച യഥാർത്ഥത്തിൽ അവിടെ തുടങ്ങി. ഭയമായിരുന്നു. എന്നിട്ട് ഈ മിഖായേൽ പറയുകയാണ്, ഇത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു യുദ്ധം മാത്രമല്ല, ആളുകൾക്ക് ഒരു സൈക്കിക്കായി, ആളുകൾ ഭ്രാന്തന്മാരെ പോലെ പോയി. വീട്ടിലെ ഇലക്ട്രിക്കൽ സ്വിച്ച് ഇടാൻ പേടിയായിരുന്നു, AC ഓൺ ചെയ്യാൻ ഭയമായിരുന്നു. ലെബനോൺ പോലെയുള്ള മരുഭൂമിയുടെ സമീപത്തുള്ള ഒരു രാജ്യത്ത് AC ഇല്ലാതെ, കറണ്ട് ഇല്ലാതെ ആളുകൾ ജീവിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, എത്ര നരക ജീവിതമാണ്. റേഡിയോ, ഓരോ ഇലക്ട്രോണിക് സാധനങ്ങളും ഉപയോഗിക്കാതെ മാനസികമായി ആ ജനതയെ, അവിടുത്തെ ഭീകരവാദികളെ, ഹിസ്ബുള്ളയുടെ അനുയായികളായ ആളുകളെ ഭയപ്പെടുത്തി മെൻ്റലി തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ ഭയത്തിൻ്റെ നിഴലിൽ ജീവിക്കുന്നവർ എത്ര ക്രൂരമായിട്ടുള്ളൊരു സംഭവം അല്ലെ, ഇങ്ങനെ അതവർ തുറന്നു പറഞ്ഞു. അപ്പോൾ ഈ ലേഖിക, നമ്മുടെ ഈ CBS ന്യൂസ് 60 മിനിറ്റ്സിൻ്റെ ലേഖിക ലെസ്ലി സ്താൽ ചോദിക്കുകയാണ്, അല്ലത് കഴിഞ്ഞല്ലേ, നിങ്ങളിപ്പം ഈ മൊസാദിൻ്റെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇനി നിങ്ങൾ പേജർ ഉപയോഗിക്കുക? അപ്പോൾ അതില്ല, ഇനി ഒരിക്കലും പേജറിൻ്റെ ആവശ്യമില്ല, അത് കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു. ഞങ്ങൾ അടുത്തത് കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണ്? അത് പറയാൻ സമയമായിട്ടില്ല. അപ്പോൾ പേജർ പരിപാടി ഞങ്ങൾ ഇനി നിർത്തി. ഒറ്റ ലോകത്തിന് മുമ്പിൽ ഇത് കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഏത് പേജർ കണ്ടാലും ആളുകൾ സംശയിക്കും. അതുകൊണ്ട് ഇനിയില്ല, പേജറില്ല. പക്ഷേ അടുത്തത് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വാർത്ത വരാനുണ്ട്. അതെ, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.